എന്താ ഒരു സങ്കടം? നോക്ക്, നാളെ ഒരു പുതുവർഷം പിറക്കുകയാണ്. നാളത്തെ പുലരി മുതൽ അടുത്ത വിഷു വരെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു വർഷമായിരിക്കട്ടെ. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കി തരണമെന്നും അമ്മയോട് പ്രാർത്ഥിക്കണം. നന്മയുടെയും പ്രതീക്ഷയുടെയും പുതുവെളിച്ചം അമ്മ നിന്നിൽ ചൊരിയാനിടയുണ്ടാവട്ടെ. നിന്റെ സങ്കടങ്ങളെല്ലാം ആദി പരാശക്തിയായ അമ്മ മാറ്റിത്തരട്ടെ. മനസ്സിൽ ശാന്തിയും സമാധാനവും നിറയാൻ നിന്റെ പ്രാർത്ഥനകൾ ഉതകട്ടെ. ഉണ്ണികൃഷ്ണ, ഞാൻ ഉണ്ണികൃഷ്ണനെ കാണാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. നിന്റെ ആഗ്രഹം അറിഞ്ഞതുകൊണ്ടല്ലേ ഞാൻ വന്നത്. പറയൂ, വിഷുവായിട്ട് നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് എല്ലാ വർഷത്തെയും പോലെ എന്റെ മണിച്ചേട്ടനുമായിട്ട് വിഷു ആഘോഷിക്കാൻ കൊതിയാവുന്ന കൃഷ്ണ. അതിനെന്താ, നമുക്കിപ്പൊ തന്നെ നിന്റെ ചേട്ടനെ കാണാലോ. സത്യം? സത്യം. കണ്ടില്ലേ, നാളെ വിഷുവായിട്ട് എന്റെ പാവേട്ടൻ ആരുമില്ലാതെ വിഷമിച്ചിരിക്കുന്ന. കഴിഞ്ഞ തവണ അച്ഛൻ നമുക്ക് വിഷുവിന് ഒരുപാട് ഓലപ്പടക്കവും കമ്പിത്തിരിയും ഒക്കെ വാങ്ങിത്തന്നതാ. പിന്നെ ഞങ്ങള് കണി കണ്ടു, കൈനീട്ടം വാങ്ങി. അങ്ങനെ എന്ത് രസമായിരുന്നു. നല്ല സന്തോഷത്തിലായിരുന്നു ഞാനും ചേട്ടനും. അതിനെന്താ, ഇത്തവണയും നമുക്ക് വിഷു അങ്ങനെ തന്നെ ആഘോഷിക്കാലോ. ശിവപ്രിയ പോയി നിന്റെ മണിച്ചേട്ടനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരൂ. നമ്മളെങ്ങനെ വിഷു ആഘോഷിക്കുന്നേ? അതൊക്കെയുണ്ട്. നീ പോയി ആദ്യം നിന്റെ ഏട്ടനെ കൂട്ടിക്കൊണ്ടുവാ. ചെല്. മണിച്ചേട്ടാ. ശിവപ്രിയോ, നീ ഇതപ്പോ വന്ന്? ആരുടെ കൂടെ വന്ന്? മണിച്ചേട്ടാ, നമുക്ക് വിഷു ആഘോഷിക്കണ്ടേ? മണിച്ചേട്ടനില്ലാതെ വിഷു ആഘോഷിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മണിച്ചേട്ടനൊപ്പം വിഷു ആഘോഷിക്കാൻ വന്നതാ. അതിന് നമ്മളെങ്ങനെ വിഷു ആഘോഷിക്കും? അതൊക്കെ ഉണ്ട്. മണിച്ചേട്ടൻ വാ, എന്റെ കൂടെ ഉണ്ണിക്കണ്ണനും ഉണ്ട്. ഉണ്ണിക്കണ്ണനോ? എവിടെ? അതെ, ദേ അവിടെ വന്ന് നിപ്പുണ്ട്. മണിച്ചേട്ടൻ വന്നേ, വാ.